Logistics and Supply Chain Management, Part 6. Third-party logistics. Third-party logistics is an industry to which a shipper, that is the owner of transported goods, outsources various elements of the supply chain to perform some or all of logistics management functions, including inbound freight, customs, warehousing, order fulfillment, distribution, and outbound freight. ഇവിടെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്താണെന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പാർട്ടിയെ നമ്മുടെ ലോജിസ്റ്റിക്സ് ആക്ടിവിറ്റീസിൻ്റെ ഇടയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതിനെയാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുക. ഇവിടെ പറയുന്നുണ്ട് ഔട്ട്സോഴ്സസ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് സപ്ലൈ ചെയിൻ. അതായത് ഔട്ട്സോഴ്സിങ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോർ ഏരിയാസ് കമ്പനി തന്നെ ഡീൽ ചെയ്തിട്ട് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള കമ്പനികളെ അല്ലെങ്കിൽ മറ്റുള്ള പീപ്പിൾസിനെ അല്ലെങ്കിൽ അത് ആർക്കാണോ ക്യാരി ചെയ്യാൻ പറ്റുന്നത് ആ ഫങ്ഷൻസ് അവരെ ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് ഔട്ട്സോഴ്സിങ്. അപ്പോൾ ഇവിടെ വരുന്നത് ഔട്ട്സോഴ്സിങ് ആണ്. ഒരു ഇൻഡസ്ട്രി അവരുടെ ഓൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സം ആക്ടിവിറ്റീസ് മറ്റുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസിനെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യാൻ പറ്റിയ ഏജൻസികളെ ഏൽപ്പിക്കുന്നതിനെയാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് ഒരു തേർഡ് പാർട്ടിയെ ഇതിൻ്റെ ഇടയിൽ ഇൻവോൾവ് ചെയ്യിക്കുകയാണ്. ദെൻ ഡെഫിനിഷൻ. Third party logistics is simply the use of an outside company to perform all or part of firm's material management and product distribution functions. സിംജി ലേവിയുടെ 2000 വന്ന ഡെഫിനേഷനാണിത്. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിന് സിംപ്ലി നമുക്ക് പറയാം യൂസ് ഓഫ് ആൻ ഔട്ട്സൈഡ് കമ്പനി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഔട്ട്സൈഡ് ഏജൻസികളെയോ കമ്പനികളെയോ ആ ഫേമിൻ്റെ ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഒരു പോർഷൻ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓൾ ആക്ടിവിറ്റീസ് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. അവിടെ വരുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള പ്രോസസ്സ് ഫുള്ളും ഏൽപ്പിക്കാം. അതുപോലെ തന്നെ ഹാഫ് ആണെങ്കിൽ ഹാഫ്, സം ഫംഗ്ഷൻസ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് ഒരു പ്രൊഡക്ഷൻ ഫേമിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റ് ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ പ്രോസസ്സിൽ വരുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിൽ ഏതൊരു ഫംഗ്ഷനും തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് 3PL. The primary benefit of using 3PL service to handle logistics such as packaging, warehousing, fulfillment and distribution, that is cost savings. ഇവിടെ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് കൊണ്ടുള്ള മെയിൻ മോട്ടീവ് കോസ്റ്റ് സേവിങ്സ് ആണ്. അതായത് ഒരു കമ്പനി അവരുടെ ഫുൾ പ്രൊസീജിയേഴ്സ് ആ ഒരു വൺ കമ്പനി ചെയ്യുന്നതിൽ നിന്നും ഓരോ ആക്ടിവിറ്റീസ് ഓരോ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ കോസ്റ്റ് സേവ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നോട്ട് ഹാവിങ് ടു മെയിൻറ്റെയിൻ എ വെയർഹൗസ് ഓർ ദ സ്റ്റാഫ് ടു മോണിറ്റർ സപ്ലൈ ചെയിൻ ഓപ്പറേഷൻസ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് അതിൻ്റെ സ്വന്തം വെയർഹൗസ് അല്ലെങ്കിൽ സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു, നമ്മൾ ഇതിനു മുമ്പ് വെയർഹൗസിങ്ങിൽ കണ്ടതാണ്, പല വെയർഹൗസസ് ഉണ്ട്, പബ്ലിക് പ്രൈവറ്റ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയർഹൗസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെയർഹൗസസുകളുടെ ഹെൽപ്പ് ഇവിടെ സീക്ക് ചെയ്യാവുന്നതാണ്. A 3PL service likely offers better performance on efforts such as shipping while also enjoying an easier ability to scale its operations. അപ്പോൾ 3PL സർവീസിലൂടെ അവരുടെ ഷിപ്പിംഗ് ആക്ടിവിറ്റീസ് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ഓപ്പറേറ്റിംഗ് എബിലിറ്റീനെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് 3PL കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. മാക്സിമൈസിങ് റവന്യൂസ്. By outsourcing the logistics functions, companies are able to concentrate on their core areas and can utilize both financial and non-financial resources where it can maximize returns. അപ്പോൾ റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞതാണ് ആദ്യം തന്നെ കോസ്റ്റ് സേവിങ്സ് ഇതിലൂടെ സാധ്യമാണ്. കോസ്റ്റ് സേവ് ചെയ്യുമ്പോൾ എന്താണ് റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് വഴി അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ കോർ ഏരിയാസ് കമ്പനി പെർഫോം ചെയ്തുകൊണ്ട് ലെസ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് പെർഫോം ചെയ്യാൻ മറ്റുള്ള കമ്പനികളെ അല്ലെങ്കിൽ ഏജൻസികളെ ഏൽപ്പിക്കുന്നതിലൂടെ കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് 3PL സർവീസ് പ്രൊവൈഡേഴ്സ് വഴി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് കൺട്രോൾ. കൺട്രോളിംഗ് കോസ്റ്റ് ഇസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം റെഡ്യൂസിംഗ് കോസ്റ്റ്. എ കമ്പനീസ് പ്രൈമറി ഫംഗ്ഷൻ ഇസ് ടു കൺട്രോൾ കോസ്റ്റ് ആൻഡ് ദെൻ തിങ്ക് ഓഫ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോളിൽ പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ഇസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഡിഫറെൻ്റ് ആണ്. ഒരു കമ്പനിയുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് കോസ്റ്റ് റിഡക്ഷനിലേക്ക് വരുന്നത്. ആദ്യം തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് എന്താണ് എന്നുള്ളത് കമ്പനി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ്
കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സ്കെയിലബിലിറ്റി. A 3PL provider can scale a company's space, labor and transportation depending on exactly what services are required. അപ്പോൾ 3PL സർവീസ് പ്രൊവൈഡറിലൂടെ ഒരു കമ്പനിക്ക് ഏത് സർവീസാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്പനിക്ക് ലേബറാണോ ആവശ്യം, അല്ലെങ്കിൽ സ്പേസ് ആണ്, അതായത് വെയർ ഹൗസിംഗ് ആണോ ആവശ്യം, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ആണോ ആവശ്യം, അതിനനുസരിച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് 3PL സർവീസ് പ്രൊവൈഡറിലൂടെ സാധിക്കുന്നുണ്ട്. മാനുഫാക്ചറേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് അതർ പ്രൊഡ്യൂസേഴ്സ് ക്യാൻ എഫിഷ്യൻ്റ്ലി ആൻഡ് യുണീക്ലി ഗ്രോ ഇൻ ന്യൂ ടെറിട്ടറീസ് വിത്ത് മച്ച് ലെസ് ഹാസിൽ. 3PL സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി മാനുഫാക്ചറേഴ്സിനായാലും സപ്ലയേഴ്സിനായാലും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സിനായാലും അവരുടെ കമ്പനീനെ ന്യൂ ടെറിട്ടറീസിലേക്ക് എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ന്യൂ പ്രൊഡക്ഷൻ ഏരിയാസിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം മാനുഫാക്ചറേഴ്സിന് അവരുടെ പ്രോഡക്ട്സ് ഏത് ടെറിട്ടറീസിലേക്ക് വേണമെങ്കിലും 3PL സർവീസ് പ്രൊവൈഡറിലൂടെ എത്തിക്കാൻ സാധിക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിലൂടെ ഏതൊരു ഏരിയാസിലും ഈ കമ്പനീസിന് അവരുടെ പ്രോഡക്ട്സ് റീച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എ 3PL is designed to optimize the logistics functions. നമുക്കറിയാവുന്നതാണ്, ലോജിസ്റ്റിക്സ് ഫംഗ്ഷൻസിന് ഒപ്റ്റിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മിനിമം കോസ്റ്റിൽ മാക്സിമം വാല്യൂ കൊടുക്കാനായിട്ട് 3PLലൂടെ സാധിക്കുന്നുണ്ട്. സംതിങ് യു മേ ഹാവ് ലെസ് എക്സ്പെർട്ടൈസ് ഇൻ ആൻഡ് ക്ലിയർ ദ പാത്ത് ഫോർ എൻഹാൻസ്ഡ് ബിസിനസ് ഗ്രോത്ത്. ഏത് ഫെസിലിറ്റിയാണോ നമ്മൾക്ക് അവൈലബിൾ അല്ലാത്തത് അതനുസരിച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് 3PLലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ ബിസിനസ് ഗ്രോത്ത് ഇതിലൂടെ സാധ്യമാകുന്നുണ്ട്. ടൈം സേവിംഗ് ആൻഡ് കോസ്റ്റ് സേവിങ്സ്. A business recognizes that success relies on a certain level of efficiency, and that is where a 3PL can have a huge effect. അപ്പോൾ എഫിഷ്യൻസി അനുസരിച്ചാണ് ഒരു ബിസിനസ്സിൻ്റെ ഗ്രോത്ത്. 3PLലൂടെ കറക്റ്റ് എഫിഷ്യൻ്റായിട്ട് പ്രോഡക്റ്റ്സ് റീച്ച് ചെയ്യുന്നതിലൂടെ ഒരു ബിസിനസ്സിന് ഗ്രോ ചെയ്യാനും സക്സസ്സിൽ റീച്ച് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ 3PLലൂടെ ടൈം സേവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ടൈം ആൻഡ് കോസ്റ്റ് സേവിങ്സ് ആണ്. ഓക്കെ. Rather than allocate money and resources towards building and maintaining a warehouse, determining how to transport goods or services, optimizing services, and keeping up with new technologies through an in-house management model, a 3PL eliminates those costs and free up your key employees to focus on the manufacturing, strategic planning, and operational processes that better enables business growth. അപ്പോൾ 3PL സർവീസ് പ്രൊവൈഡേഴ്സ് പല രീതിയിലുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെയർ ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോസ്റ്റ് സേവ് ചെയ്യാനുള്ള എല്ലാ എലമെൻറ്റ്സും 3PL യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നു. ഒരു മാനുഫാക്ചറേഴ്സിന് അവരുടെ ഓൺ വെയർ ഹൗസ് ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ ഏത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിലൂടെ ഗുഡ്സ് റീച്ച് ചെയ്യും, കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊന്നും ബോധേഡ് ആവാതെ മെയിനായിട്ടുള്ള മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്, അതുപോലെ സ്ട്രാറ്റജിക് പ്ലാനിങ് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ കോറായിട്ടുള്ള ഓപ്പറേഷണൽ പ്രോസസ്സിലൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ പോലുള്ള ലെസ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് 3PLലൂടെ കോസ്റ്റ് ആൻഡ് ടൈം സേവിങ്സ് സാധ്യമാകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് എക്സ്പാൻഷൻ. 3PL providers make it easier than ever to expand businesses into emerging markets and new areas, including emerging countries. നേരത്തെ പറഞ്ഞതാണ്, ന്യൂ ടെറിട്ടറീസിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുതിയ മാർക്കറ്റുകളിലേക്കും പുതിയ ഏരിയാസിലേക്കും കമ്പനീസിനെ എത്തിക്കാനായിട്ട് 3PLലൂടെ സാധിക്കുന്നു. By working with a 3PL, a business can leverage new supply chains, improve customer service, and access new markets it hasn't been able to access before. അപ്പോൾ 3PLലൂടെ ബിസിനസ്സിന് കസ്റ്റമർ സർവീസ് ഇമ്പ്രൂവ് ചെയ്യാനും, അതായത് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും. ലിവറേജ് ന്യൂ സപ്ലൈ ചെയിൻ, പുതിയ സപ്ലൈ ചെയിൻ ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, അതുപോലെ ആക്സസ് ന്യൂ മാർക്കറ്റ്സ്, പുതിയ മാർക്കറ്റുകൾ റീച്ച് ചെയ്യാനും സാധിക്കുന്നു. 3PL യൂസ് ചെയ്യുന്നതിന് മുൻപ് കമ്പനികൾക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത പല ഏരിയാസിലും 3PLലൂടെ റീച്ച് ചെയ്യാൻ സാധിക്കുന്നു. കാരണം ഏതൊരു ഏരിയാസിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനും വെയർ ഹൗസിംഗ് ചെയ്യാനും 3PL സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പോടുകൂടി സാധിക്കുന്നു. നമുക്ക് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസോ വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസോ ഇവിടെ ആവശ്യമില്ല. Then, distribution centers and warehouses from third-party logistics providers who often build the necessary security and compliance procedures into their service offerings and have obtained the proper accreditation to offer global services make such expansion more accessible than ever. അപ്പോൾ 3PL സർവീസ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് സെക്യൂരിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ബിൽഡ് നെസസറി സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ്. അതായത് 3PL സർവീസ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് പ്രോപ്പറായിട്ട് സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസ് പ്രൊസീജിയേഴ്സ്
ഫോളോ ചെയ്തുകൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രോപ്പർ അക്രഡിറ്റേഷൻ, ഗ്ലോബൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രോപ്പർ അക്രഡിറ്റേഷൻ ഉള്ള ഏജൻസികളോ അല്ലെങ്കിൽ കമ്പനികളാണ് ഇവിടെ ഈ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സേഫ് ആൻഡ് ആക്സസിബിൾ ആയിരിക്കും ഈ ഒരു സർവീസസ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് 3PL. അപ്പോൾ 3PLന് അഡ്വാൻറ്റേജസ് മാത്രമല്ല ചില ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അതെന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ലോസ് ഓഫ് കൺട്രോൾ. When choosing a 3PL provider, an organization is giving up a certain amount of control of the delivery. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, സർവീസസ് പല ടൈപ്പ് ഓഫ് സർവീസസ് 3PL പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ, ഫസ്റ്റ് മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ വരെയുള്ള ഏത് ടൈപ്പ് ഓഫ് സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ പ്രോപ്പർ കൺട്രോളിംഗ്, അവർക്ക് ഓർഗനൈസേഷൻ ഒരു കൺട്രോളിംഗ് പവർ കൂടെ കൊടുക്കുന്നുണ്ട്. When a business decides to join forces with a third-party logistics provider, they have to share information of customers, and that requires a major leap of faith for functions that can directly impact customer satisfaction. തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്ട്സ് ഡെലിവറി ചെയ്യുന്നത് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിലൂടെ ആണെങ്കിൽ കസ്റ്റമർ ഇൻഫർമേഷൻ ഈ തേർഡ് പാർട്ടീസായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ്ലി കസ്റ്റമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി ബ്രീച്ച് ചെയ്യുന്ന ഒരു ഇമ്പാക്റ്റാണ് വരുന്നത്. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ലൊക്കേഷൻ, അവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 3PL ആയിട്ട് ഷെയർ ചെയ്യുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദ സ്മൂത്ത് exchange of critical EDI and non-EDI information can be at risk if one party is using subpar B2B integration software. Subpar B2B integration software എന്ന് പറയുന്നത് നോൺ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടി നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്മൂത്ത് എക്സ്ചേഞ്ച് ഓഫ് ക്രിട്ടിക്കൽ EDI, ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച് അല്ലെങ്കിൽ നോൺ ഇലക്ട്രോണിക് ഡാറ്റ ഇൻ്റർചേഞ്ച്, അവിടെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതുപോലെയുള്ള നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തുകൊണ്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ എക്സ്ചേഞ്ച് ലോസ് ഓഫ് കൺട്രോൾ മാത്രമല്ല തേർഡ് പാർട്ടി റിസ്കിലേക്കും ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലൂടെ, ഓർഡർ ഇൻഫർമേഷൻ അതുപോലെ തന്നെ സോഴ്സിംഗ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലൂടെ ഡാറ്റ ബ്രീച്ച്, അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനും ഇത് ബാഡായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് കോസ്റ്റ്. While 3PL can save a business lots of time and money, external factors that is tariff, over regulation, weather, etc. can lead to escalating cost. അപ്പോൾ 3PLിലൂടെ ബിസിനസ്സിന് ടൈം ആൻഡ് മണി സേവിംഗ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിന് കൂടെ തന്നെ കോസ്റ്റിനെ കൂട്ടുന്നത്, അതായത് താരിഫ് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഓവർ റെഗുലേഷൻ, അതായത് ഒരു തേർഡ് പാർട്ടീനെ നമ്മളിതിൽ ഇൻവോൾവ് ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വെതറും ഇവിടെ ഒരു ഇമ്പാക്റ്റ് വരുന്ന ഒരു കണ്ടൻറ്റാണ്. ദെൻ ഇറ്റ്സ് ഓഫൺ ഡിഫിക്കൾട്ട് ടു എസ്റ്റാബ്ലിഷ് എ കോസ്റ്റ് എഫക്റ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഷിപ്പർ ആൻഡ് എ 3PL. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു 3PL സർവീസ് പ്രൊവൈഡറും ഷിപ്പറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Next one is lowering standard. 3PL potentially have no experience or understanding of the core business of a company and will be motivated by profit and meeting the terms of the contract at the lowest possible cost. നേരത്തെ പറഞ്ഞതാണ് നോൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള, അതായത് സബ്പാർ B2B ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ബിസിനസ്സുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല ഇവർ ഡീൽ ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള അവരുടെ മോട്ടീവ് എന്നത് പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് മോട്ടീവ് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ അൺസ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഡീലിങ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റിന് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുന്നത് മൂലം, അതായത് പ്രോഫിറ്റാണ് അവരുടെ മോട്ടീവ്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് കുറച്ചിട്ട് പ്രോഫിറ്റ് കൂട്ടാൻ നോക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ലെസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ടേംസ് ഓഫ് കോൺട്രാക്റ്റും ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് അല്ലാത്ത കോൺട്രാക്റ്റുകളും ആയിരിക്കും 3PL വഴി ചെയ്യുന്നത്. They may not share the same company culture as the commissioning company, and therefore the company may experience what they consider to be a lowering of standards. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ലെസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും ഇത് ഡീൽ ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ്, ഏറ്റവും ചെറിയ സ്റ്റാൻഡേർഡ്സ്, ലോവർ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീലിങ്സ് ആയിരിക്കും 3PL സർവീസ് പ്രൊവൈഡേഴ്സിൽ നിന്നും ലഭിക്കുന്നത്. This could translate into a lack of focus on the customer experience. അതുകൊണ്ട് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കസ്റ്റമർ എക്സ്പീരിയൻസ് ഇവിടെ ലോവർ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി.
Outsourcing to a 3PL could potentially lead to a breach of confidentiality, resulting in the exposure of customer personal data or the sharing of commercially sensitive information. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തതാണ്. കസ്റ്റമേഴ്സിൻ്റെ പേഴ്സണൽ ഡാറ്റ, അവരുടെ അഡ്രസ്സ്, ലൊക്കേഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് മൂലം ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, അതായത് വളരെ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട, പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻഫർമേഷനുകൾ വരെ ഇവിടെ പബ്ലിഷ് ചെയ്യുകയാണ്. If a company want to consider outsourcing functions such as HR or recruitment, there are clearly obvious risks to the security of personal data which must be considered in the negotiated contract. അപ്പോൾ 3PL കോൺട്രാക്റ്റ് ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഫങ്ഷൻസിൽ മെയിനായിട്ട് പേഴ്സണൽ ഡാറ്റ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തുകൊണ്ടായിരിക്കണം കോൺട്രാക്റ്റ് എഗ്രി ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് 3PL. നെക്സ്റ്റ് വൺ ഇസ് 4 ഫങ്ഷൻസ് ഓഫ് 3PL പ്രൊവൈഡേഴ്സ്. 3PL പ്രൊവൈഡേഴ്സിനെ കൊണ്ടുള്ള 4 ഫങ്ഷൻസാണ് ഇവിടെ പറയുന്നത്. Third party logistics companies offer logistics services and support some or all aspects of businesses, shipping corporations, managing all aspects of moving goods from manufacturers and distributors to the end customers. അപ്പോൾ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സപ്പോർട്ട് സം ഓർ ഓൾ ഓഫ് ദ ബിസിനസ് ഫങ്ഷൻസ്, ഷിപ്പിംഗ് ഫങ്ഷൻസ് ആവാം, അതുപോലെ തന്നെ മൂവിംഗ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചറേഴ്സ് ടു ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. 3PL സർവീസ് പ്രൊവൈഡേഴ്സ് പല ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെ വരുന്നത് ഷിപ്പിംഗ്, അതുപോലെ തന്നെ മൂവിംഗ് ഗുഡ്സ് ഫ്രം മാനുഫാക്ചറേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ടു ദ എൻഡ് കസ്റ്റമേഴ്സ്, കസ്റ്റമേഴ്സിലേക്ക് പ്രൊഡക്ട്സ് എത്തിക്കുക, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് കൺസേൺസിലേക്ക് മെറ്റീരിയൽസ് എത്തിക്കുക, അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും 3PL ചെയ്യുന്നുണ്ട്. 3PL is commonly used in outsourced logistics and supply chain management to outsource a company's shipping and fulfillment services. അപ്പോൾ മെയിനായിട്ട് 3PL പ്രൊവൈഡേഴ്സ് ചെയ്യുന്നത് കമ്പനി ഷിപ്പിംഗ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് സർവീസസ്, പ്രൊഡക്ട്സിനെ ഷിപ്പ് ചെയ്യാനും അവരുടെ ഓർഡർ ഫുൾഫിൽമെൻറ്റ് ആക്ടിവിറ്റീസുമാണ് 3PL പ്രൊവൈഡേഴ്സ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി 4 ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ്. ഷിപ്പിംഗ് ആൻഡ് റിസീവിംഗ് 3PL പ്രൊവൈഡേഴ്സ് ആർ ഫോക്കസ്ഡ് ഓൺ ദ മാനേജ്മെൻറ്റ് ഓഫ് ഷിപ്പിംഗ് പ്രോസസ് ഫ്രം സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പോൾ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പ്രൊഡക്ട്സ് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പ്രൊഡക്ട്സിനെ എത്തിക്കുക എന്നുള്ളതാണ് ഷിപ്പിങ്ങിൽ വരുന്നത്. ഓഫൺ ദിസ് കമ്പനീസ് ഫീച്ചർ ടെക്നോളജി, യൂഷ്വലി എ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, ദാറ്റ് ഇസ് TMS ഓർ ഇൻ്റഗ്രേറ്റഡ് ഫ്രൈറ്റ് മാനേജ്മെൻറ്റ് സർവീസസ്. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ ഫ്രൈറ്റ് മാനേജ്മെൻറ്റ് സർവീസസ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. These technologies were designed to streamline efficiency and automate routine but also time-consuming tasks such as freight payment and accounting. അപ്പോൾ ഇതിലൂടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സെയിം ടൈം ഇത് ടൈം കൺസ്യൂമിങ് ടാസ്ക് കൂടിയാണ്. കാരണം ഇവിടെ ഫ്രൈറ്റ് പേയ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ് അങ്ങനെയുള്ള ടാസ്കുകൾ കൂടെ ഈ ടെക്നോളജീസിൽ വരുന്നുണ്ട്. These 3PL providers also include management of carrier relations and freight data and metrics reports for real-time visibility and increased transparency throughout the shipping process. അപ്പോൾ ഫുൾ ഷിപ്പിംഗ് പ്രോസസ്സിൽ ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യാൻ, ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ എല്ലാ ഡീലിങ്സും അവരുടെ റിയൽ ഡീലിങ്സ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, അതായത് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം. എല്ലാ ഇൻഫർമേഷനും അതിൻ്റെ ടൈമിൽ തന്നെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ റിയൽ ടൈം വിസിബിലിറ്റി, അതും ഈ ഒരു ഏരിയ, അതായത് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനെക്കുറിച്ച്? കരിയർ റിലേഷൻസ്, ഫ്രൈറ്റ് ഡാറ്റ, മെട്രിക്സ് റിപ്പോർട്ട്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് ആൻഡ് വയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് കാരിയർ റിലേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കാരിയേഴ്സ് ആൻഡ് ഷിപ്പേഴ്സ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരിയേഴ്സും ഷിപ്പേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ ഒരു സ്മൂത്ത് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് സർവീസസ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫ്രൈറ്റ് ഡാറ്റ. ഫ്രൈറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡാറ്റ റിലേറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് യൂസിങ് ഇൻലാൻഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഫുൾ ഏരിയയിൽ, ആ ഏരിയ തന്നെയുള്ള ട്രാൻസ്പോർട്ടും കാര്യങ്ങൾക്കൊക്കെയുള്ള ഫ്രൈറ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മാട്രിക്സ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യങ്ങൾ, ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ്, ഒരു പ്രോപ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷിപ്പിംഗ് പ്രോസസ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. Then transportation. Transportation in 3PL providers are responsible for the actual transport of goods or services between locations. നമുക്കറിയാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷനിൽ എന്താണ് വരുന്നത് എന്നുള്ളത്.
ഗുഡ്സും സർവീസസിനും അതിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. എ കോമൺ എക്സാമ്പിൾ ഇസ് വെൻ എ 3PL പ്രൊവൈഡർ മാനേജസ് ആൻ ഇൻവെൻറ്ററി ഷിപ്മെൻറ്റ് ബിറ്റ്വീൻ എ കമ്പനി ആൻഡ് ദ ബയർ. ഇവിടെ എന്താണ് വരുന്നത്? ഒരു കമ്പനിയും ബയ്യറും തമ്മിലുള്ള ഒരു റിലേഷനാണ്. അതായത് ഇൻവെൻറ്ററി കമ്പനിയിൽ നിന്നും ബയ്യറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ വരിക. Then many transportation 3PL providers often will leverage other transportation firms to complete the duties for its partner. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡേഴ്സ് അവരുടെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാനുള്ള രീതിയിൽ മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫേംസിലേക്ക് ഈ ഡ്യൂട്ടീസ് കൈമാറാറുണ്ട്. അതാണ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. അവിടെ ട്രാൻസ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ് ഫ്രം ദ കമ്പനി ടു ദ ബയർ, അത് ഡിഫറെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ് ആവാം. ആ കമ്പനീസ് തന്നെ മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസിലേക്ക് ഡ്യൂട്ടീസ് ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതിയിലും ആവാം. Then warehousing. Warehousing 3PL providers are one of the most common type of third-party logistics providers. Common ആയിട്ടുള്ള ഒരു third-party logistics provider ആണ് warehousing എന്ന് പറയുന്നത്. Warehouse 3PL is integrated into a company's warehousing and transportation procedures and specializes in the storing and distribution of goods and services. അറിയാം, വെയർഹൗസിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? പ്രൊഡക്ട്സിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്ട്രിബ്യൂഷൻ വരെ അതിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുക, അവിടെ നിന്ന് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Then many warehouse 3PL providers offer customizable ways to handle storage, distribution and product transportation. അപ്പോൾ പല വെയർഹൗസിംഗ് 3PL പ്രൊവൈഡേഴ്സും കസ്റ്റമൈസബിൾ ആയിട്ടുള്ള, അതായത് ഓരോ കമ്പനിക്കും ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് സ്റ്റോറിംഗ് ആണോ, ഡിസ്ട്രിബ്യൂഷൻ ആണോ, അതോ പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ആണോ വേണ്ടത്, അതിനനുസരിച്ച് കസ്റ്റമൈസബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫേസ് ആണ് ഡിസ്ട്രിബ്യൂഷൻ. Many 3PL organizations also provide a wide variety of distribution and wholesale services, including outbound order fulfillment, picking and packing, custom labeling, and manufacturing. ഇവിടെ മെനി ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സും 3PL പ്രൊവൈഡേഴ്സ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ വരാം, ഹോൾസെയിൽ സർവീസസ് വരാം. അതിൽ വരുന്നത് ഔട്ട്ബൗണ്ട് ഓർഡർ ഫുൾഫിൽമെൻറ്റ്. ഓർഡർ ഫുൾഫിൽമെൻറ്റ് എന്താണെന്ന് നമുക്കറിയാലോ. ഓർഡർ റിസീവ് ചെയ്യുക, അതിൻ്റെ ഡിസ്പാച്ച് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ വരുന്ന പ്രോസസ്സ്. ദെൻ പിക്കിംഗ്, അതിന് വേണ്ട പ്രൊഡക്റ്റ് എവിടെ നിന്നാണോ അതവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ആൻഡ് പാക്കേജിങ് ചെയ്യുക. കസ്റ്റം ലേബലിംഗ്, അതിന് ലേബൽ ചെയ്യുക, ഒരു മാനുഫാക്ചറേഴ്സിൻ്റെ ലേബലും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഏത് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സാണോ അതനുസരിച്ച് അതിനെ ലേബൽ ചെയ്യുക. ആൻഡ് മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നുണ്ട്. The efficient distribution of large product quantities can be a tough thing for a small company to manage. By outsourcing distribution to a third-party logistics provider, its employees can focus on their core competence business task. ചെറിയ കമ്പനികൾക്ക് അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അതിൻ്റെ ക്വാണ്ടിറ്റീസ് അനുസരിച്ച് ലാർജ് ക്വാണ്ടിറ്റീസിനെ പാക്ക് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഈസി ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് പ്രൊവൈഡേഴ്സിനെയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ കമ്പനീസിന് അവരുടെ കോർ ആയിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള ഔട്ട്സോഴ്സിങ് ഏജൻസീസിനെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കുന്നു. 3PL കമ്പനീസ് ടെൻഡ് ടു സ്പെഷ്യലൈസ് ഇൻ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കാം. ഇൻബൗണ്ട് ആൻഡ് ഔട്ട്ബൗണ്ട് ഫ്രൈറ്റ്, കസ്റ്റംസ്, ഫ്രൈറ്റ് കൺസോളിഡേഷൻ, വെയർഹൗസിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഓർഡർ ഫുൾഫിൽമെൻറ്റ്, ക്രോസ് ഡോക്കിംഗ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. 3PL കമ്പനീസ് മെയിനായിട്ട് ചെയ്യുന്ന ഏരിയാസ് ഓഫ് വർക്കാണ് അല്ലെങ്കിൽ സർവീസസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ക്രോസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് വിത്തൗട്ട് സ്റ്റോറേജ് ഫെസിലിറ്റീസിൻ്റെ ആവശ്യമില്ലാതെ ഒരു പ്രൊഡക്റ്റ് അൺലോഡ് ചെയ്യുകയും അപ്പോൾ തന്നെ അവിടെ നിന്ന് ലോഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രോസ് ഡോക്കിങ്ങിൽ വരുന്നത്. അവിടെ സ്റ്റോറേജ് ഫെസിലിറ്റീസിൻ്റെ ആവശ്യം വരുന്നില്ല. നേരെ പ്രൊഡക്റ്റിനെ അൺലോഡ് ചെയ്യുക, അവിടെ നിന്ന് അടുത്ത ട്രക്കിലേക്ക് ഔട്ട്ബൗണ്ട് ട്രെയിലേഴ്സിലേക്ക് നേരെ ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള രീതിയിൽ വരുന്നതാണ് ക്രോസ് ഡോക്കിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് 4 ഫങ്ഷൻസ് ഓഫ് 3PL ആണ്. മെയിനായിട്ട് 4 ഫങ്ഷൻസ് വരുന്നതെന്ന് പറഞ്ഞു. ഷിപ്പിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ മെയിനായിട്ട് വരുന്ന കുറച്ച് ആക്ടിവിറ്റീസാണ് ഇപ്പോൾ പറഞ്ഞത്. താങ്ക് യു.